ഉണ്ടാക്കാൻ. എടി 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 എവിടെയാ വീട്? കാലത്ത് എത്ര മണിക്ക് എഴുന്നേക്കും? നീ അധികം വിളയണ്ട കേട്ടാ. നീയൊക്കെ ഇപ്പൊ ഇവിടെ കിടന്ന് അവ്വ അവ്വ എന്ന് അലറി വിളിച്ച് പാട്ടില്ലേ? അതാരുടെയെന്നറിയോ? ഈ കോപ്പി റൈറ്റ് ആക്ട് എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു കേസ് കൊടുത്താണ്ടല്ലോ നിന്നെ നിന്റെ പരട്ട ചേട്ടന്മാരെ പോലീസുകാർ തൂക്കിയെടുത്തുണ്ടു. വിജയ ചേട്ടാ വാ. ആരാത്? ആരാ മോളെ അത്? ഏതോ വലിയ ആളാ, കോപ്പിറൈറ്റിന് വരിക അത്ര. ആണോ? ഹലോ, ഞാൻ അജയൻ. ചന്ദ്രഹാസൻ. ഹലോ, ഞാൻ വിജയൻ. ഹലോ വിജയ ചേട്ടാ കിട്ടിയാ? കിട്ടി തുടങ്ങാം. എന്താ എന്താ? നീ ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കേട്ടോ അല്ലടാ? നീ ഞങ്ങളുടെ പൊന്നോമന പെങ്ങളോട് അനാവശ്യം പറയുമല്ലോ. നെഞ്ചെന്താ ചേട്ടാ പലക പോലെ ഇരിക്കണത്? നല്ല പഴമാങ്ങ പോലെ ഇരിക്കുന്നത്. ശരിയാ കേട്ടാ. പഴമാങ്ങയല്ല, ഇതാരാ? ഞാൻ പങ്കജാക്ഷൻ, അവന്റെ കൂട്ടുകാരനാ. ഇപ്പൊ എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ഒരുമിച്ചാ ചെയ്യുന്നത്. അവന്റെ കൂടെ വേറൊരുത്തരും കൂടി ഉള്ളായിരുന്നു, ഞങ്ങൾ അറിഞ്ഞില്ലട്ടാ. ഹലോ 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 ഹലോ. ചേട്ടാ കിട്ടിയാ? കിട്ടി. അയ്യോ അയ്യോ ചന്ദ്രു, ചന്ദ്രു ചന്ദ്രു നീ എവിടെ? വിട്ടേക്കടാ. അതിന് ഓന്മാർ എന്നെ വിടണ്ട. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ഇടപെടുന്നത്? ശരി, നിന്നെ രക്ഷിക്കാൻ വന്ന് എന്നെ ഇട്ടോ. പങ്കനോട് കളിക്കണ്ട. കളിച്ചാ നീ എന്ത് ചെയ്യണം? അവനെ വിടാനാ പറഞ്ഞത്. അവനാണ് മഹാപെശക. പങ്ക നീ കരാട്ടെ എടുക്കണ. കള്ളം പറയുന്നത്. കള്ളം പറയണം. പങ്ക നീ കത്തി എടുക്ക്. ഏത് കത്തി? എന്നെ കത്തിയില്ല, ഒരു മണ്ണാൻ കത്ത്. പങ്ക നിന്നെ കുംഫു ഈ രക്ഷിക്കാനും വേണ്ട. ഇവൻ എന്റെ കൂട്ടുകാരനല്ല. കൂട്ടുകാരനല്ലേ? അല്ല. അപ്പൊ നീ നേരത്തെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞതാ? അത് ഞാൻ കള്ളം പറഞ്ഞതാ. ഈ പിടിയും കൂടെ വിടാൻ പറ. വിജി ഓ ഏട്ടാ, രണ്ടാമത്തെ ഓടിയത്. അതേട്ടാ. അപ്പൊ ആദ്യത്തെ ഇവിടെ ഒപ്പുണ്ടല്ലേ? ഓ അതിന് ഇനി ഒന്നും ചെയ്യണ്ട. ഇത്തിരിക്കില്ലാത്തൊരു പയ്യനാ. എന്ന് വെച്ച് വെറുതെ വിടാൻ പാടില്ല, നുളയിലെ മുള്ളിക്കളയണം. എന്തോന്ന്? തെറ്റിയാ? അല്ല, മുളയിലെ നുള്ളി. മതി മതി മതി. അല്ല ഏട്ടാ, മുളയിലെ നുള്ളണോ അല്ല നുളയിലെ മുള്ളണോ? നമുക്ക് അങ്ങോട്ട് മാറിയിരുന്ന് മുള്ളാടാ. ഒന്നുമില്ല. ഒന്നുമില്ല, നടാ. എന്താ മോളെ? എന്താണെന്നാ ചോദിച്ചത്? ആദ്യത്തവന് കിട്ടിയത് പോരാൻ തോന്നുന്നു. വിജയ ചേട്ടാ അടിച്ച് പൊളിക്കണം. നിന്നെ അടുത്തോളാടി. അയാൾ ഇവിടെ ഇല്ല, ഓടി. നേരത്തെ പറയണ്ടേ? എന്താ ഇവിടെ പറഞ്ഞതാട്ടാ? ഇതൊരുമാതിരി നാണം കെട്ട ഏർപ്പാടായിപ്പോയി. രണ്ടു കുരുടന്മാരുടെ കയ്യിൽ നിന്ന് തല്ലും കൊണ്ട് നീ ഓടുക എന്ന് പറഞ്ഞാൽ എനിക്കത് ഓർക്കാൻ കൂടി നീ അത് ഓർക്കണ്ട. നിനക്കും കിട്ടിയല്ലോ നല്ലോണം, അത് ഓർത്താ മതി. ഇതിങ്ങനെ വിട്ടാ നമ്മുടെ അരി മുട്ടുന്നുള്ള കാര്യം 3.5 തരാം. നമുക്ക് വഴിയുണ്ടാക്കാം. എന്ത് വഴി? എടാ, നമ്മുടെ ബസ് സ്റ്റാൻഡ്, നമ്മുടെ ആൾക്കാര്, നമ്മുടെ കവിത, നമ്മുടെ കാശ്, ഇപ്പൊ എല്ലാം അവരുടേതാ. പോരാത്തതിന് ചക്കച്ചുള പോലത്തെ ഒരു പെണ്ണും. ഇനി നമ്മൾ ആര് മൈൻഡ് ചെയ്യാൻ? നമ്മളെ മൈൻഡ് ചെയ്യും, അല്ലേ ചെയ്യിക്കും. എങ്ങനെ? അവര് പാടട്ടെ. പാടട്ടെ. പാടി തീരുമ്പോ കാണിച്ചു തരാം. വെറും പിച്ചക്കാശിന് വേണ്ടിയല്ല ഞങ്ങൾ ഇവിടെ പാടുന്നത്. ഒരു പാവപ്പെട്ട മഹാകവിയെ സഹായിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ കവിതകൾ ഞങ്ങൾ ഇവിടെ ആലപിച്ചുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ ഈ കവിതകൾ ഇനിയും നിങ്ങൾക്ക് സൗജന്യമായി കേൾക്കാം. അതെ, തികച്ചും സൗജന്യമായി കേൾക്കാം. വാങ്ങുന്നവർ മാത്രം പണം മുടക്കിയാൽ മതി. കവിതകൾ അടങ്ങിയ ഈ സമാഹാരത്തിന് വെറും 15 രൂപ. അന്നും ഇന്നും എന്നും വെറും 15 രൂപ. അപ്പോൾ ഒരു ക്വാർട്സ് പേന ഫ്രീ. അതെ, ആവശ്യക്കാർ കടന്നു വരൂ. എല്ലാ ഗാനങ്ങളും ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ആർക്കൊക്കെയാണ് വേണ്ടത് ഒന്നോർക്കുക. എല്ലാവർക്കും ബാർഗെയിനിങ് ഫെസിലിറ്റിയും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ ഒന്നുകൂടി ഓർക്കുക, ഈ പുസ്തകം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരം നിങ്ങൾ പട്ടിണി പാവങ്ങൾക്ക് ദാനം ചെയ്യുകയാണ്. കടന്നു വരൂ, ഒരു സൽക്കർമ്മം ചെയ്യൂ. ഇതോടൊപ്പം മൾട്ടി ലാംഗ്വേജ് പേന ഫ്രീ. കടന്നു വരൂ. ഇത് അവന്മാര് തന്നെ. തുടങ്ങാം. വേണ്ട, ആ തിരക്കിന്റെ ഇടയിൽ പോണ്ട.
ഇതുകൊണ്ട് ഏത് ഭാഷയും എഴുതാം. ഇവിടെ കൊടുക്കും. ഇന്നാ ഇത് പിടിച്ചോളൂ. കൊടുക്കാം. എവിടെ? അയ്യോ 100 നോട്ടോ. 100 അല്ല 500 തരും. ബാക്കി കാശിന് കവലകൾ തന്നാ മതിയോ ചേട്ടാ? അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? കൊടുത്താൽ പോരെ. വാങ്ങൂ. ദേ നോക്ക്, അവരുടെ കാശും നമ്മുടെ കാശും ഒക്കെ ദേ കിടക്കണം. ഈ ടെക്നിക്ക് എങ്ങനെയുണ്ട്? എന്നാച്ച്? നമ്മൾ ചെയ്തത് ഒരു വലിയ തെറ്റായി പോയോന്നൊരു തോന്നൽ. എന്തോ അവന്മാരുടെ അടിയുടെ ചൂട് ഇത്ര വേഗം മറന്ന? അണ്ടന്മാരായതുകൊണ്ടാണ് ഒരു സിമ്പതി. അവന്മാരല്ലടാ, ആ പെങ്കൊച്ചിന്റെ കാര്യം ഓർക്കുമ്പോഴാണ്. കാഴ്ചയില്ലാത്ത 2 ഏട്ടന്മാരെയും കൊണ്ട് ആ കുട്ടിയല്ലേ കഷ്ടപ്പെടുന്നത്. ചന്ദ്രു, ഈ തെറ്റിന് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യണം. എന്തോന്ന്? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ കാണുന്നു. ആ കുട്ടിക്ക് ഞാനൊരു ജീവിതം കൊടുത്താലോ? എന്തോ? ഞാൻ ആ കുട്ടിയെ കല്യാണം കഴിച്ചാൽ അത് ഈ തെറ്റിനുള്ള പരിഹാരമാവില്ലേ? പിന്നെ അതും പറഞ്ഞ് വേഗം അങ്ങോട്ട് ചെല്ല്. അവളെ മുഖത്ത് നോക്കി നല്ല ആട്ടാട്ടും. എന്തിന്? ഇത് ആ കുട്ടിക്ക് ഒരു ഹെൽപ്പ് ആവില്ല? പിന്നെ അച്ഛന്റെ പ്രായമുള്ള ഒരുത്തനെ കെട്ടുന്നതല്ല ഹെൽപ്പ്. അനാവശ്യം പറയരുത്. എനിക്ക് എന്താണ് ഒരു കുറവ്? കുറവല്ലല്ലോ, കൂടുതലായതല്ലേ പ്രശ്നം. അമ്മാവോ? അമ്മാവനാ? അമ്മാവൻ എപ്പോഴും ചുള്ളപ്പനാണെന്ന വിചാരം? പ്രായക്കൂടുതൽ തോന്നുന്നുണ്ടോ? വല്ലാണ്ട്. ഏജ് ലേശം പുറത്തറിഞ്ഞു തുടങ്ങിയല്ലേ? ഒരുപാട്. പിന്നെ ആ കുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കണമെന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. താങ്ക് യു. പക്ഷെ ആ കുട്ടിക്കോട് ഇഷ്ടമാണോ? അതൊക്കെ ഇഷ്ടാവും. അയാൾ ഞാനൊരു ജീവിതം കൊടുക്കാം. വലിയ റൊമാൻറ്റിക് ഹീറോ ആണെന്നാണ് വിചാരം. വള്ളി കളസ ഉടുപ്പിച്ച നഴ്സറി സ്കൂളിൽ ചേർക്കാം. നീ മാമുണ്ട് ചാച്ചുറങ്ങാൻ നോക്ക്. അതാ നമുക്ക് 2 പേർക്കും നല്ലത്. ഗുഡ് നൈറ്റ്. 10 വർഷത്തിന് മുമ്പ് നീ എന്നെ കണ്ടിരുന്നെങ്കിൽ അന്ന് ഇതിനേക്കാളും എനിക്ക് 10 വയസ്സ് കുറവായിരുന്നു. അല്ലെങ്കിൽ നിന്നോടൊക്കെ ഇത് പറയാൻ വന്ന എന്റെ തലയിൽ വേണം കല്ലെടുത്തിടാൻ. ഇതെന്ത് പണ്ടാരാ? എന്താടാ ഇതെന്ത് പണ്ടാരാ? അപ്പുറത്താരാ താമസം? ആരുമില്ല. പക്ഷെ അടുത്ത കാലം വരെ ഇവിടെ പ്രേതശല്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഒരു ആക്സിഡന്റിൽ ആ പ്രേതം മരിച്ചുപോയി എന്നാ കേട്ടത്. ഇനി അതിന്റെ പ്രേതമായിരിക്കോ? ഇതേതാ ഈ മാസം? ഇത് ഏപ്രിൽ 3. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. സമാധാനമായി. പ്രേതമൊന്നുമില്ല. ഇതിലോ അവന്മാരാ? ആ കുരുടന്മാരെ തന്നെയായിരുന്നു. അലമാരക്കകത്ത് കള്ളന്മാരി. അലമാര നിനക്കെന്താ കണ്ണു കണ്ടൂടെ? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? നീ ആരടാ? ഞാൻ ഹൗസ് ഓണറാ. ഹൗസ് ഓണറേട്ടാ, ഞങ്ങൾ ഞങ്ങളുടെ പണപ്പെട്ടി ഈ അലമാരയിൽ വെക്കേ. അപ്പതേ കള്ളന്മാരെ അലമാരക്കകത്ത് ഒളിച്ചിരിക്കലേ. ഞങ്ങളും വിടുവാ. അയ്യോ ചേട്ടാ, അത് അലമാരയല്ല, ജനൽ, വിൻഡോ. ലൈറ്റ് ഇട്ടിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാൻ. ഞങ്ങൾക്ക് എന്തിനാ ലൈറ്റ്? പിടിവിടാനല്ലേ പറഞ്ഞത്? അവരെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങളാ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും. എടോ, ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഞങ്ങള് അവരുടെ വീട്ടിലിരിക്കുന്ന അവരെ പിന്നെ എങ്ങനെ പിടിക്കുന്നത്? ഇത് വലിയ പുലിവാലായല്ലോ. ഇനി ഈ കഴുത്ത് നേരെ ആവുന്ന എനിക്കൊരു വിശ്വാസമില്ല. ഇമാതിരി സാധനങ്ങൾ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല കേട്ടാ. ഇനി അവരെ കൊണ്ട് യാതൊരു ശല്യം ഉണ്ടാകില്ല. 2 ദിവസത്തിനകം സ്ഥലം മാറ്റിയേക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിരുന്നു. എന്നാ എല്ലാവർക്കും കൊള്ളാം. അവരെങ്ങോട്ടെങ്കിലും പിടിച്ച് മാറ്റി. അവരെയല്ല, നിങ്ങളെ മാറ്റാനാ പറഞ്ഞത്. ഞങ്ങളാ? അതങ്ങ് പള്ളി പറഞ്ഞാ മതി. ഇവിടുന്ന് ഞങ്ങൾ മാറുന്ന പ്രശ്നം അവന്മാരായിരുന്ന ബസ് സ്റ്റാൻഡ് പാർട്ടിയാ. പിന്നല്ലാണ്ട് അവന്മാർ തന്നെയാ ആ കോപ്പിറൈറ്റ് പാർട്ടി. വിജയ ചേട്ടാ, അവന്മാർ കിട്ടേണ്ട പൊട്ടിച്ചിട്ട് അടിക്കാനുള്ള ടൂൾസ് എടുത്തു. വേണ്ട ഏട്ടാ, എനിക്ക് അത്യാവശ്യമായിട്ട് ഉറക്കം വരുന്നു. എനിക്ക് എന്റെ ഉള്ള ഉറക്കവും പോയി. ജനലിലൊരമ്പിളി. ഹലോ 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 ഹലോ. ഹലോ, എന്താ? ഹലോ. എന്താ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറ. അത് 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 ഒന്ന് പറയടോ. അത് പിന്നെ പറഞ്ഞാ മതിയോ? അമ്മാവോ? അമ്മാവാ? അമ്മാവാ, കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. വേഗം പോയി കാപ്പി എടുത്ത് കുടിക്കാം അമ്മാവാ. അതെ, ഒരു തമാശക്ക് എല്ലാവരും എന്നെ അമ്മാവാന്നാ വിളിക്കാറ്. ഈ ഫാൻസി ഡ്രസ്സിൽ എനിക്ക് സ്ഥിരം അമ്മാവന്റെ വേഷമായിരുന്നു. അതുകൊണ്ട് അല്ലേടാ ചന്ദ്രു? വൈകിക്കണ്ട, കാപ്പി എടുത്ത് കുടിച്ചിട്ട് വേണം വാദത്തിന്റെയും വായു കോപത്തിന്റെയൊക്കെ മരുന്ന് കഴിക്കാൻ. ചെല്ലു, പെട്ടെന്നാട്ടെ. ഒരു മിനിറ്റ്, ഇങ്ങോട്ട് വന്നേ. അതെ, ഇത്രയും നാള് നമ്മൾ സമപ്രായക്കാരായിരുന്നല്ലോ. പെട്ടെന്ന് എവിടെ നിന്ന് വന്നു ഈ അമ്മാവനൊക്കെ? ഇവിടെ നിന്ന് മഞ്ഞളരയ്ക്കാതെ വേഗത്തേക്ക് പോകാൻ നോക്കൂ.
അല്ലെങ്കിൽ വേണ്ട, ഈ 3 വേ ലവ് എന്ന് ഞാൻ മാറിത്തരാം. നീ ലവ് ചെയ്തു. അതാന്നല്ലേ ചെല്ലേ. ആക്ച്വലി ഞാൻ ഈ എന്താ മോളെ ഒരു ചൂച്ചു ശബ്ദം? ആ ഞാനും കേട്ടു, ആരോ വിളിക്കുന്ന പോലെ. അപ്പൊ നേരത്തെ ഹലോ ഹലോ എന്ന് വിളിച്ചത് അവന്മാരാണല്ലേ? അതെ. ആ അത് പറ, ഞാൻ വിചാരിച്ചു തൊട്ടടുത്ത് ടെലഫോൺ ബൂത്തായിരിക്കുമെന്ന്. വിജയ ചേട്ടാ വാ വാ. ഹലോ മാറ്റിയവൻ ചൂവാക്കി ശബ്ദം പിടിച്ച് വേഗം പോടാ. നിന്നെ ഞാൻ ഏട്ടാ. എന്തിനാ വിളിക്കുന്നത്? ഞാൻ തന്നല്ലേ, ഞാൻ പിടിച്ചോ. ഈ ഏരിയ നിന്നാണ് വന്നത്. ഉം